ഹലോ, ക്ലാസ് 6 ചാപ്റ്റർ 1 ഫുഡ് ഫോർ ഹെൽത്ത്. ആഹാരത്തിലൂടെ ആരോഗ്യം. ആഹാരം അല്ലേ, നമുക്കറിയാം. നമ്മ ഭക്ഷണം ഡെയിലി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഒക്കെ നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ. ചിപ്സ് ഇടയ്ക്കിട്ട് സ്നാക്സ് ഇതൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പം നമ്മ ഒന്നോ രണ്ടോ ദിവസം ഭക്ഷണം കഴിക്കാതിരുന്ന നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് ക്ഷീണം തോന്നും അല്ലേ, തളർച്ചയൊക്കെ തോന്നും. നമ്മളത് കണ്ടിന്യൂ ചെയ്തൊരു മാസത്തോളം നമുക്ക് ഭക്ഷണം ഒന്നുമില്ലാത്തൊരവസ്ഥ, വെള്ളം പോലും കിട്ടാണ്ടായാൽ എന്താ സംഭവിക്കുക? നമ്മൾ പെട്ടെന്ന് മരിച്ചു പോകും അല്ലേ. അപ്പം വെള്ളം മാത്രം കുടിച്ച് നമുക്ക് കുറച്ച് നാളുകളോളം ജീവിക്കാൻ പറ്റും ഭക്ഷണം ഇല്ലെങ്കിൽ. പക്ഷെ ഭക്ഷണവും ഇല്ല, വെള്ളവും ഇല്ലെങ്കിലോ നമ്മൾ പെട്ടെന്ന് മരിച്ചു പോകും. അപ്പോൾ എന്താണ് നമ്മൾക്ക് ഈ ആഹാരം കഴിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഈ ആഹാരം കഴിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ നമ്മൾ ഈ ആഹാരവും വെള്ളവും കുടിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ജീവൻ നിലനിർത്താൻ വേണ്ട എന്തൊക്കെ സാധനങ്ങളാണ് ഈ ആഹാരത്തിലുള്ളത്, അതൊക്കെ നമുക്കൊന്ന് നോക്കാം. നമ്മൾ ശരിക്കും ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാ? നമ്മളുടെ വായിക്ക് ഇഷ്ടപ്പെട്ടത്, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ അല്ലെ, രുചിയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കഴിക്കുക. അപ്പോൾ കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ മാഗി, അങ്ങനെയുള്ള നൂഡിൽസുകൾ, അല്ലെങ്കിൽ പുറത്ത് പോയിട്ടുള്ള ഫുഡുകൾ, അതൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതൊക്കെ ഭയങ്കര സ്പൈസി, അല്ലെങ്കിൽ എണ്ണയിലൊക്കെ പൊരിച്ച് നല്ല രസമാണ്. പിന്നെ അല്ലെങ്കിൽ സ്വീറ്റ് ആയിട്ടുള്ളതൊക്കെ അല്ലേ. പക്ഷെ അതൊക്കെ നമുക്ക് ശരിക്കും ഹെൽത്തിന് യൂസ്ഫുൾ ആണോ? ടേസ്റ്റ് ഒക്കെയാണ്, പക്ഷെ ആരോഗ്യകരമായതാണോ? അപ്പം എന്തൊക്കെ ആഹാരങ്ങളാണ് നമ്മൾ ഡെയിലി കഴിക്കേണ്ടത്, എങ്ങനെയുള്ളതാണെന്നൊക്കെ നോക്കാം. നമ്മൾ പറഞ്ഞു ആഹാരം കഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ്. അപ്പോൾ ജീവൻ നിലനിർത്താൻ വേണ്ട പല ഘടകങ്ങളും എന്തിൽ ഉൾപ്പെടണം? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ വേണം. അപ്പം നമ്മൾ ഈ ജീവൻ നിലനിർത്താൻ വേണ്ട എന്തെല്ലാം കാര്യങ്ങളാണ് അതിലുള്ളതെന്നൊന്ന് നോക്കാം. ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കിയേ, എന്തൊക്കെ ആഹാര പദാർത്ഥങ്ങൾ, ഫുഡ് ഐറ്റംസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളതെന്ന് നോക്കിയേ. ഫസ്റ്റ് നമുക്കറിയാം അല്ലേ, സീരിയൽസ് എന്ന് വെച്ചാൽ അരി, ധാന്യങ്ങൾ, അതൊക്കെ എന്തിലാണ് വരാം? സീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോതമ്പ്, അരി, ബാർലി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്തിലാണ് പെടാം? സീരിയൽസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ് പെടാം. അതെന്തായിരിക്കും? നമ്മളുടെ പുല്ലുവർഗത്തിൽ പെട്ടതായിരിക്കും. അതിൻ്റെ സീഡ് എന്തായിരിക്കില്ല, നമുക്ക് ഈക്വലായിട്ട് 2/2 ആക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അവയെ നമ്മൾക്ക് എന്തെന്ന് പറയും? സീരിയൽസ് എന്ന് പറയാം കേട്ടോ. സീരിയൽസിൽ അരി, ഗോതമ്പ് അങ്ങനെയുള്ള വസ്തുക്കളാണ് നമ്മൾ സീരിയൽസിൽ വരുന്നത്. അടുത്തെന്താ? അത് നമുക്കറിയാം അല്ലേ, എന്താണ്? ഫ്രൂട്ട്സ് ആണ് ആ കാണുന്നത്, പഴവർഗ്ഗങ്ങളാണ് പിന്നത്തെ പിക്ചറിലുള്ളത്. പിന്നത്തതോ വെജിറ്റബിൾസ് അല്ലേ, പച്ചക്കറികളാണ് അല്ലേ. നമുക്കറിയാം അതെന്താണ്? പച്ചക്കറികളാണ്. അടുത്തത് എന്താണ്? പയറുവർഗ്ഗങ്ങളാണ്. പയറുവർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? പൾസസ് എന്ന് പറഞ്ഞാൽ അതിലെന്തായിരിക്കും? നമുക്കത് 2/2 ആക്കാൻ പറ്റും. നമ്മൾ ഉണക്കി സൂക്ഷിക്കുന്ന വിത്തുകളാണെന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ പയറുവർഗ്ഗങ്ങൾ, പൾസസ് എന്ന് പറഞ്ഞാലാണ് പയറുവർഗ്ഗങ്ങൾ. പിന്നത്തതോ ലീഫി വെജിറ്റബിൾ. നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്, അതൊക്കെ ആ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ നമ്മളുടെ ശരീരത്തിൽ എങ്ങനെയൊക്കെയാണ് യൂസ്ഫുൾ ആകുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അവർ ഹെൽത്ത്. ഫുഡ് പ്രൊവൈഡ് എനർജി ഫോർ അവർ ഡെയിലി ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്. നമ്മളുടെ ശരീരത്തിൽ വേണ്ട എല്ലാ പ്രവർത്തനത്തിനും ഊർജം നൽകുന്നത് എവിടെ നിന്നാണ്? ഫുഡിൽ നിന്നാണ് ഊർജം നമുക്ക് ലഭിക്കുന്നത്. ന്യൂട്രിയൻസ് ആർ ദ കമ്പോണൻസ് റിക്വയർഡ് ഫോർ അവർ ഗ്രോത്ത്. നമ്മുടെ വളർച്ചയ്ക്ക് അല്ലെ, ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വളർച്ചയ്ക്ക് എന്താണ് വേണ്ടത്? ന്യൂട്രിയൻസ് അത്യാവശ്യമാണ്. ടു മെയിൻറ്റെയിൻ ഹെൽത്ത് ആൻഡ് ടു പ്രിവെന്റ് ഡിസീസ്. നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും അസുഖം വരാതിരിക്കാൻ വേണ്ടിയും നമുക്ക് എന്ത് വേണം? ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിലേക്ക് വേണം. വി ഒബ്റ്റെയിൻ ന്യൂട്രിയൻസ് ഫ്രം ഫുഡ് ഐറ്റംസ്. നമുക്ക് എവിടെ നിന്നാണ് ഈ ന്യൂട്രിയൻസ് കിട്ടുന്നത്? നമ്മ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ് നമുക്ക് ഈ ന്യൂട്രിയൻസ് കിട്ടേണ്ടത്. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആർ ദ ന്യൂട്രിയൻസ് പ്രസൻസ് ഇൻ ഫുഡ് ഐറ്റംസ്. അപ്പോൾ ഏതൊക്കെ ന്യൂട്രിയൻസ് ആണ് നമ്മുടെ ഫുഡിൽ ഉള്ളത്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, മിനറൽസ് ആൻഡ് വൈറ്റമിൻസ്. ത്രൂ വാട്ടർ ഈസ് നോട്ട് എ ന്യൂട്രിയൻറ്റ് കമ്പോണൻറ്റ്. വാട്ടർ എന്തല്ല? ഒരു ന്യൂട്രിയൻറ്റ് കമ്പോണൻ്റ് അല്ല. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് റിക്വയർമെൻറ്റ് ഫോർ അവർ ബോഡിലി ആക്ടിവിറ്റീസ്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്കും മറ്റും എന്ത് അത്യാവശ്യമാണ്? വാട്ടർ അത്യാവശ്യമാണ് അല്ലേ, വെള്ളം.
ഫൈബേഴ്സ് പ്രസൻസ് ഇൻ ഫുഡ് ഐറ്റംസ് ആർ ഓൾസോ റിക്വയർഡ് ഫോർ ബോഡി ആക്ടിവിറ്റീസ്. വാട്ടർ മാത്രം മതിയോ? ഫൈബേഴ്സ്, നാരുകളും നമ്മളുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? അത്യാവശ്യമാണ് അല്ലേ? All food items may not contain all essential nutrients in adequate quantity. നമ്മളുടെ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളിലും നമുക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് ഉണ്ടാവണമെന്നില്ല. ഓരോ ഭക്ഷണ പദാർത്ഥത്തിലും ഓരോ തരത്തിലുള്ള ന്യൂട്രിയൻസ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവാം. Hence, we eat a variety of food items prepared using different ingredients. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഭക്ഷണം മാത്രം കഴിച്ചാൽ മതി? ഒരു തരത്തിലുള്ള ഭക്ഷണം മാത്രം കഴിച്ചാൽ മതിയാ? പോരാ അല്ലേ? അതുകൊണ്ട് നമ്മൾ എല്ലാ തരത്തിലുള്ള ഫുഡ് ഐറ്റംസും നമ്മൾ കഴിക്കണം. പല ഇൻഗ്രീഡിയൻസും യൂസ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്ത ഫുഡ് ആയിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്. The quantity of food we eat, its quality and time of consumption influence our health. നമ്മൾ എന്തോരം അളവിൽ കഴിക്കുന്നു, എന്ത് നിലവാരമുള്ള ഫുഡാണ്, അതിൻ്റെ ക്വാളിറ്റി, പിന്നെ നമ്മൾ കഴിക്കുന്ന സമയം, ഇതെല്ലാമാണ് നമ്മളുടെ ആരോഗ്യത്തെ ആശ്രയിച്ചിരിക്കുന്നത്. സോ എവറി വൺ ഷുഡ് ഈറ്റ് ന്യൂട്രിയൻസ് ഫുഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരും ന്യൂട്രിയൻസ് ഉള്ള ഫുഡ് കഴിക്കണം. എന്തിനാത്? നമ്മളുടെ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, അത് ധാതുക്കൾ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ് അല്ലേ? നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നടക്കാനായിട്ട്. അതുപോലെ തന്നെ പിന്നെ എന്തൊക്കെയാണ്? വാട്ടറും ഫൈബറും നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. ഇതെല്ലാം ഒരു ഭക്ഷണത്തിലായിരിക്കില്ല, പല പല ഭക്ഷണ പദാർത്ഥങ്ങളിലായിരിക്കും അടങ്ങിയിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പാചകം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ എങ്ങനെയായിരിക്കണം? പലതരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ കഴിക്കണം. ചീര മാത്രം കഴിച്ചുകൊണ്ട് കാര്യമില്ല, അല്ലെങ്കിൽ മാംസം മാത്രം കഴിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മളെല്ലാതും ഒരു ക്വാണ്ടിറ്റി, നമ്മുടെ ശരീരത്തിന് ആവശ്യമാകുന്ന രീതിയിൽ നമ്മൾ കഴിക്കണം. വിവിധ തരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അതുപോലെ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങൾ? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, ഫാറ്റ്സ്. ന്യൂട്രിയൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? നമ്മൾക്ക് പിന്നെ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു, നമ്മൾക്ക് പ്രവൃത്തി ചെയ്യുവാൻ എന്ത് വേണം? എനർജി ആവശ്യമാണ്. ഈ എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ്. നമുക്ക് വളരാനും എനർജി എല്ലാം നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? പോഷക ഘടകങ്ങൾ അല്ലെങ്കിൽ പോഷകങ്ങൾ ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ് അല്ലേ? അപ്പോൾ കാർബോഹൈഡ്രേറ്റ്, ഫസ്റ്റ് തന്നെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് എടുക്കാം. കാർബോഹൈഡ്രേറ്റ് എന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? എനർജി തരുന്നത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകുന്നത് ആരാണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. അത് പല തരത്തിലാണ് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ, അതായത് സ്റ്റാർച്ച്, ഷുഗർ, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, ഫൈബർ എന്നീ രൂപങ്ങളിലാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. അന്നജം, സ്റ്റാർച്ച് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഏതിലാണ്? സീരിയൽസിലും കിഴങ്ങുവർഗ്ഗങ്ങളിലും, ധാന്യങ്ങളിലും കിഴങ്ങുവർഗ്ഗങ്ങളിലുമാണ് എന്ത്? അന്നജം, സ്റ്റാർച്ച് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത്. അന്നജം അല്ലെങ്കിൽ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ആണ് നമുക്ക് എന്ത് തരുന്നത്? എനർജി നമുക്ക് തരുന്നത്. ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. സ്റ്റാർച്ച് കൂടുതലായി കാണുന്നത് എവിടെയാണ്? സീരിയൽസിലും ട്യൂബേഴ്സിലാണ്, ധാന്യങ്ങളിലും കിഴങ്ങുവർഗ്ഗങ്ങളിലാണ്. ഈ കാർബോഹൈഡ്രേറ്റ് വിവിധ രൂപങ്ങളിലായിട്ടായിരിക്കും നമ്മളെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉണ്ടായിരിക്കണം. ഏതൊക്കെ രൂപങ്ങളാണത്? സ്റ്റാർച്ച്, ഷുഗർ, ഗ്ലൂക്കോസ്, സെല്ലുലോസ് ആൻഡ് ഫൈബേഴ്സ്. മനസ്സിലായില്ലേ? ഇനി നമ്മൾക്ക് ഈ അന്നജം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു അയഡിൻ ടെസ്റ്റ് ഉണ്ട്. അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനെന്തൊക്കെ വേണം? നമുക്ക് 2 ടെസ്റ്റ് ട്യൂബ് വേണം, പിന്നെ പാല് വേണം, ഡൈലൂട്ടഡ് അയോഡിൻ സൊല്യൂഷൻ വേണം, പിന്നെ റൈസ് വാട്ടർ, കഞ്ഞി വെള്ളം. അപ്പോൾ എങ്ങനെയാ ചെയ്യുക? ടേക്ക് 2 ടെസ്റ്റ് ട്യൂബ്, ടേക്ക് മിൽക്ക് ഇൻ 1 ടെസ്റ്റ് ട്യൂബ് ആൻഡ് റൈസ് വാട്ടർ ഇൻ അതർ 1. ഒരു ടെസ്റ്റ് ട്യൂബിൽ പാലും മറ്റൊരു ടെസ്റ്റ് ട്യൂബിൽ കഞ്ഞിവെള്ളം ഒഴിക്കാം.
Add 2 or 3 drops of iodine solution to each test tube. 2 ടെസ്റ്റ് ട്യൂബിലും നമ്മൾ എന്ത് ചെയ്യുക, 2-3 തുള്ളി അയോഡിൻ സൊല്യൂഷൻ ഒഴിക്കാം. ഒബ്സർവ് ദ കളർ ചേഞ്ച് ഇൻ ബോത്ത് ടെസ്റ്റ് ട്യൂബ് വെൻ അയോഡിൻ സൊല്യൂഷൻ ഈസ് ആഡഡ്. നമ്മൾ അയോഡിൻ സൊല്യൂഷൻ ഇട്ടതിന് ശേഷം ആ ടെസ്റ്റ് ട്യൂബിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാൻ. എന്തൊക്കെ മാറ്റം ഉണ്ടായേ? നമുക്കറിയാം ഇതെന്ത് അളക്കാനാണ്, സ്റ്റാർച്ച് ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള ടെസ്റ്റാണ് എന്ത്, അയഡിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേതിലാണ് സ്റ്റാർച്ച് ഉള്ളത്? കഞ്ഞിവെള്ളത്തിലാണ്. അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ ടെസ്റ്റ് ട്യൂബിൻ്റെ കളറ് കടും നീല നിറം. അപ്പോൾ നമ്മൾ എടുത്ത പദാർത്ഥത്തിൽ എന്തോരം അന്നജമുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും ഈ അയഡിൻ സൊല്യൂഷൻ ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന കളർ വ്യത്യാസം. കടും നീല എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ ധാരാളമായിട്ട് അന്നജം ഉണ്ടെന്നാണ് അതിനർത്ഥം. അതേ സ്ഥാനത്ത് നീല നിറം ചെറുതായി ചെറുതായി വരുന്നതിനനുസരിച്ച് എന്താണ്, ഇളം നിറമായി മാറി പോകും തോറും അതിനർത്ഥം എന്താണ്, അതിലുള്ള അന്നജത്തിൻ്റെ അളവ് കുറവാണ് എന്നാണ് അതിനർത്ഥം. മനസ്സിലായോ? അപ്പം പാലിൽ എന്തുകൊണ്ട് നിറം വ്യത്യാസം വന്നില്ല? പാലിൽ അന്നജമില്ലാത്തത് കൊണ്ടാണ് ആ പാലിൽ നിറം വ്യത്യാസം വരാഞ്ഞത്. പക്ഷെ എന്ന് കരുതി പാലിൽ എന്തില്ലാതിരിക്കുന്നില്ല, കാർബോഹൈഡ്രേറ്റ് പാലിലുണ്ട്. മനസ്സിലായോ? അന്നജമാണില്ലാത്തത്. കാർബോഹൈഡ്രേറ്റിൻ്റെ വിവിധ രൂപങ്ങളായ ഒന്നാണ് എന്ത്, അന്നജം. പക്ഷെ പാലിൽ അന്നജമില്ല, പക്ഷെ എന്തുണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങളങ്ങനെ തെറ്റരുത്, പാലിൽ കാർബോഹൈഡ്രേറ്റ് ഇല്ല എന്ന് ചിന്തിക്കരുത്. പാലിൽ എന്താണുള്ളത്, കാർബോഹൈഡ്രേറ്റ് ആണ്. അത് ലാക്ടോസ് എന്ന രൂപത്തിലാണുള്ളത്. മനസ്സിലായി? അപ്പോൾ പാല് കുടിച്ചാലും നമുക്ക് ആവശ്യമായ എനർജി ലഭിക്കുന്നുണ്ട്. നമ്മൾക്ക് കാർബോഹൈഡ്രേറ്റ് ആണ് എനർജി തരുന്നത്. അതിൻ്റെ പല പല രൂപങ്ങളാണ് എന്ത്, സ്റ്റാർച്ച്, ഷുഗർ, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, ഫൈബർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പാലിലുള്ളത് അന്നജമല്ല, കാർബോഹൈഡ്രേറ്റ് ആണ്. അത് ഏത് രൂപത്തിലാണ്, ലാക്ടോസ് എന്ന രൂപത്തിലാണ്. കഞ്ഞിവെള്ളത്തിൽ എന്തുണ്ട്, അന്നജമുണ്ട്. അതുകൊണ്ട് എന്തായി, അത് ഡാർക്ക് നീലയായി അല്ലേ, ഡാർക്ക് ബ്ലൂ കളറായി മാറി. കുറച്ച് ഫുഡ് ഐറ്റംസ് തന്നിട്ട് അതിലൊക്കെ എന്തുണ്ടോയെന്ന് നോക്കാനാണ് പറയണേ, അന്നജമുണ്ടോയെന്ന്, സ്റ്റാർച്ച് ഉണ്ടോയെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഏത് ടെസ്റ്റാണ്, അയഡിൻ ടെസ്റ്റാണ്. സ്റ്റാർച്ച്, അന്നജമുണ്ടോ എന്ന് കണ്ടെത്തുന്നത്. പൊട്ടാറ്റോ, ഉരുളക്കിഴങ്ങിൽ അന്നജം ഉണ്ടോ? അതിൽ നമ്മൾ അയഡിൻ സൊല്യൂഷൻ ഒഴിച്ചപ്പോൾ എന്തായി, ഡാർക്ക് ബ്ലൂ കളർ വന്നു. ഡാർക്ക് ബ്ലൂ കളർ വന്നാൽ അതിൽ അന്നജം ഉണ്ടോ? ഉണ്ടല്ലേ. അതുകൊണ്ടാണ് അതെന്ത് വന്നേ, ഡാർക്ക് ബ്ലൂ കളർ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ മുകളിലത്തെ ഒരു പാരഗ്രാഫിൽ തന്നെ വായിച്ചു, അന്നജം കൂടുതലുള്ളത് ഏതിലൊക്കെയാണ്, സീരിയൽസിലും പിന്നെയോ ധാന്യങ്ങളിലും പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളിലും ട്യൂബേഴ്സിലും. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരു കിഴങ്ങ് വർഗ്ഗമല്ലേ, ട്യൂബേഴ്സ് അല്ലേ. അപ്പോൾ അതിലെന്തുണ്ട്, ധാരാളമായി സ്റ്റാർച്ച് ഉണ്ട് അല്ലേ, അന്നജമുണ്ട്. അതുകൊണ്ട് അതിനെന്ത് വന്നു, അയഡിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഡാർക്ക് ബ്ലൂ കളർ വന്നു. ഇനി അടുത്തത് എന്താണ്, വെള്ളരി, കുക്കുംബറിലുണ്ടോ? കുക്കുംബറിൽ അയഡിൻ സൊല്യൂഷൻ ഒഴിച്ചപ്പോൾ നിറം മാറ്റം വന്നില്ല, ബ്ലൂ കളർ വന്നില്ല. അപ്പം എന്താ, അതിൽ സ്റ്റാർച്ച് ഉണ്ടോ? ഇല്ല അല്ലേ. മൈദയിൽ നമ്മൾ അയഡിൻ സൊല്യൂഷൻ ഒഴിച്ചപ്പോൾ എന്തായി, അതിന് കളർ ചേഞ്ച് വന്നു. അപ്പോൾ അതെന്ത്, ബ്ലൂ കളർ വന്നു. അപ്പോൾ അതിലെന്തുണ്ട്, മൈദയിൽ എന്തുണ്ട്, സ്റ്റാർച്ച് ഉണ്ട്. മൈദയിൽ എന്തുണ്ട്, സ്റ്റാർച്ച് ഉണ്ട്. മുട്ടയുടെ വെള്ളയിൽ നമ്മൾ എന്ത് ചെയ്ത്, കുറച്ച് അയഡിൻ സൊല്യൂഷൻ ഒഴിച്ചു, എന്ത് വന്നു, കളർ ചേഞ്ച് വന്നില്ല. മുട്ടയുടെ വെള്ളയിൽ കളർ ചേഞ്ച് വന്നില്ല. അപ്പോൾ അതിൽ അന്നജുണ്ടോ, സ്റ്റാർച്ച് ഉണ്ടോ? ഇല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിലൊക്കെ ഉരുളക്കിഴങ്ങ്, മൈദ, ഇവയിൽ മാത്രമേ എന്തുള്ളൂ, സ്റ്റാർച്ച് ഉള്ളൂ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, പാലിൻ്റെ ഒരു നമ്മൾ അയഡിൻ ടെസ്റ്റിൽ പാലും കഞ്ഞിവെള്ളമാണ് എടുത്തത്. പാലിൽ എന്ത് വന്നില്ല, നിറം വ്യത്യാസം വന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ചില പാലുകൾ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ നിറം വ്യത്യാസം വരികയാണ് എന്ന് കരുതുക. അതായത് പ്യുവർ പാല്, ശുദ്ധമായ പാലിൽ അയഡിൻ ടെസ്റ്റ് ചെയ്ത് എന്ത് സംഭവിക്കില്ല, കളർ ചേഞ്ച് വരില്ല. പക്ഷേ ചില പാലെടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് കളർ ചേഞ്ച് വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ആ പാലിൻ്റെ കൊഴുപ്പ് കൂടാൻ വേണ്ടി അവരെന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടാകും. ഒന്നുകിൽ മൈദയോ മറ്റെന്തെങ്കിലും ആഡ് ചെയ്യും. അപ്പോൾ അയഡിൻ ഒഴിച്ച് കഴിഞ്ഞാൽ അതിന് കളർ ചേഞ്ച് വരൂലേ? വരും. മനസ്സിലായി? അപ്പോൾ കളർ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാം, അതെന്തല്ല, ശുദ്ധമായ പാലല്ല, ഡൈലൂട്ടഡ് ആയിട്ടുള്ളൊരു മിൽക്കാണ്. എന്തെങ്കിലും അതിനൊരു കൊഴുപ്പ് കിട്ടാനോ മറ്റെന്തെങ്കിലും വേണ്ടിയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുള്ള പാലായിരിക്കും. ഓക്കെ,
സീരിയൽസ് എന്താണ്? ധാന്യങ്ങൾ. എന്താണ്? അരി, ഗോതമ്പ് അങ്ങനെയുള്ള വസ്തുക്കളാണ് അല്ലേ. അവയെ നമുക്ക് 2 ഈക്വൽ ഹാഫ് ആക്കാൻ പറ്റില്ല. കുറച്ച് സൈസ് ഉണ്ട്, കണ്ണുകൊണ്ടൊക്കെ കാണാം, അല്ല കണ്ണുകൊണ്ട് അല്ലെങ്കിലും കാണാൻ പറ്റും. ഒരിച്ചിരി വലിപ്പമുണ്ട് അല്ലേ. അതിലും കുറച്ച് വലിപ്പമുള്ളത് അങ്ങനെയൊക്കെയാണ് എന്ത്? പൾസസ് എന്ന് പറയുന്നത്. അവയെന്താ നമുക്ക് ഈ സീരിയൽസും പൾസസും തമ്മിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ പൾസസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 ഈക്വൽ ഹാഫ് ആക്കാൻ പറ്റും. ഇപ്പോൾ പയറ് ചെടി, ആ ചെടി ഉണങ്ങിയതിന് ശേഷമല്ല നമ്മൾ അതിൽ നിന്ന് പയറ് കളക്ട് ചെയ്യുക അല്ലേ. ആ വിത്തുകൾ ഉണക്കി നമ്മൾ സൂക്ഷിക്കുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. മറ്റേത് അങ്ങനെയല്ല, ചെടി ഉണങ്ങിയതിന് ശേഷമാണ്. ഈ രണ്ടും അല്ലാത്ത ഒരെണ്ണമാണ് നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത്. എന്താണ്? മില്ലറ്റ്സ്. അപ്പോൾ എന്താണ് ഇവയിലുള്ള വ്യത്യാസം? മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയതായിരിക്കും. ഈ സീരിയൽസിനേക്കാളൊക്കെ എന്തായിരിക്കും? ചെറിയതായിരിക്കും അതല്ലേ. മില്ലറ്റ്സ് ആർ ദ ക്രോപ്സ് വിച്ച് ബിലോങ് ഗ്രാസ് സ്പീഷീസ്. പുല്ലുവർഗത്തിൽപ്പെട്ട വിളകളാണ് ആര്? മില്ലറ്റ്സ് അഥവാ ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത്. Millets contain higher quantities of proteins, vitamins and minerals than rice and wheat. അതായത് സീരിയൽസിനേക്കാളും എന്തുണ്ട്? പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും ഒക്കെ ആരേലുണ്ട്? മില്ലറ്റ്സിൻ്റെയിലുണ്ട്. മനസ്സിലായോ? റൈസും വീറ്റിനേക്കാളും കൂടുതലായിട്ട് പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും ആരെ കയ്യിലുണ്ട്? മില്ലറ്റ്സിൽ അടങ്ങിയിട്ടുണ്ട്. Millets, which are rich in fiber, play an important role in digestion. മില്ലറ്റ്സ് നമ്മൾക്ക് എന്താ? അതിലെ ഫൈബർ, അതിൻ്റെ ഉള്ളിൽ ധാരാളം ഫൈബർ ഉണ്ടല്ലേ. അത് നമ്മുടെ ശരീരത്തിൽ എന്തിനു സഹായിക്കുന്നുണ്ട്? ഡൈജഷന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ എന്താണ്? മില്ലറ്റ്സിൽ ഫൈബറും ഉണ്ട്, വൈറ്റമിനും മിനറൽസും ഒക്കെ ധാരാളമായിട്ട്, പ്രോട്ടീൻസ് ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ്. In the past, millets were used as a food for animals and birds. പണ്ട് നമ്മൾ എന്തായിരുന്നു? ഈ മില്ലറ്റ്സ് എന്തിനൊക്കെ കൊടുത്തിരുന്നതാണ്? ആനിമൽസിനും ബേർഡ്സിനും പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെയാണ് തിന്നാൻ കൊടുത്തിരുന്നത്. ഹ്യൂമൻസ് ഓൾസോ സ്റ്റാർട്ടഡ് കൺസ്യൂമിങ് മില്ലറ്റ്സ് ആഫ്റ്റർ റിയലൈസിങ് ദെയർ ന്യൂട്രീഷണൽ വാല്യൂസ്. നമ്മൾ പിന്നീട് അത് ഉപയോഗിക്കാൻ തുടങ്ങി. എപ്പോൾ? നമുക്ക് മനസ്സിലായി വീറ്റിലുള്ളതിനേക്കാളും റൈസിലുള്ളതിനേക്കാളും പ്രോട്ടീനും വൈറ്റമിൻസും ഫൈബറും അല്ലെങ്കിൽ മറ്റുള്ള കണ്ടൻറ്റൊക്കെ എന്തിലുണ്ടെന്ന്? നമ്മുടെ ഈ മില്ലറ്റ്സിലുണ്ടെന്നും അത് നമ്മൾക്ക് വളരെ ഉപകാരമാണെന്ന് നമ്മൾ മനസ്സിലായി. അപ്പം തൊട്ട് ഇത് എന്ത് ചെയ്ത് നമ്മളും ഉപയോഗിക്കാൻ തുടങ്ങി. മില്ലറ്റ്സ് ഇൻക്ലൂഡ് ഫിംഗർ മില്ലറ്റ്സ്, ബജറ, ഫോക്സ്ടെയിൽ മില്ലറ്റ്, മെയ്സ്, ലിറ്റിൽ മില്ലറ്റ്സ് എക്സെട്ര. ഏതൊക്കെയാ? നമ്മളുടെ ഫിംഗർ മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ റാഗി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. റാഗി ഫിംഗർ മില്ലറ്റ്സ് എന്നാ പറയാം കേട്ടോ. പിന്നെയോ ബജ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരേന്ത്യയിലൊക്കെ, അതായത് ഗുജറാത്ത് ആ ഒരു ഏരിയയിലൊക്കെ നമ്മൾ റൊട്ടി അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കാൻ, അങ്ങനെ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നതാണ് ബജ്ര എന്ന് പറയുന്നത്. അതിലെന്താണ്? ധാരാളം പ്രോട്ടീൻസും ഫൈബറും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ തിനയാണ് ഫോക്സ് ടെയിൽ മില്ലറ്റ്സ്. ഇനി ചോളം, മെയ്സ്, ലിറ്റിൽ മില്ലറ്റ്സ്, ചാമ. അപ്പോൾ ഇവയൊക്കെയാണ് ചെറുധാന്യങ്ങൾ അല്ലെങ്കിൽ മില്ലറ്റ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാ? റാഗി, ബജ്ര, തിന, ചോളം, ചാമ. ഫിംഗർ മില്ലറ്റ്സ്, ബജ്ര, ഫോക്സ്ടെയിൽ മില്ലറ്റ്സ്, മെയ്സ്, ലിറ്റിൽ മില്ലറ്റ്സ്. കിട്ടിയല്ലോ? ഈ ഒരു ചാപ്റ്റർ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായ ഒരു കാര്യമാണ്. മനസ്സിലാക്കി പഠിച്ചാൽ മാത്രം മതി. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ സിമ്പിളായൊരു പാടാണ്. പക്ഷെ എന്ത് ചെയ്യരുത്? കൺഫ്യൂഷനായി പോകരുത്. മനസ്സിലാക്കി കാര്യങ്ങൾ അതാതാക്കി പഠിക്കുക. ഒരു ചാർട്ട് പോലെയൊക്കെ വരച്ച് കാർബോഹൈഡ്രേറ്റ്, അതിൻ്റെ വിവിധ രൂപങ്ങൾ, അത് ഏതൊക്കെ ഫുഡിൽ നിന്ന് ലഭിക്കുന്നു, അങ്ങനെ എഴുതുക. അതിനെ കണ്ടുപിടിക്കാനാണ് അയോഡിൻ ടെസ്റ്റ്. പിന്നെ പ്രോട്ടീൻ, അതിൻ്റെ ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്, അങ്ങനെ. പിന്നെ സീരിയൽസ് ഏതാണ്, പൾസസ് ഏതാണ്, മില്ലറ്റ്സ് ഏതാണ്, അങ്ങനെ ഓരോന്നിങ്ങനെ നമ്മൾ എഴുതിയിട്ട് പോയിൻ്റോ ഇട്ട് എഴുതി കണ്ടിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരെ തെറ്റൊന്നും ചെയ്യൂല. നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് കാർബോഹൈഡ്രേറ്റ് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ വിവിധ രൂപങ്ങൾ, അതൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തതാണ് എന്ത്? പ്രോട്ടീൻ നമുക്ക് കേട്ടിട്ടുള്ളതാണ് അല്ലേ, പ്രോട്ടീൻ. അപ്പോൾ പ്രോട്ടീൻ നമുക്ക് വളർച്ചയ്ക്കും നമ്മുടെ ബോഡി ബിൽഡ് ചെയ്യാനും അല്ലെ മസിൽസ് ഗ്രോത്തിനൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. ഇപ്പോൾ ജിമ്മിലൊക്കെ പോണവർ
പ്രോട്ടീൻ പൗഡറൊക്കെ വാങ്ങിച്ച് കഴിക്കണമെന്നൊക്കെ പറയും അല്ലെ. പ്രോട്ടീൻ കൂടുതലുള്ള ഫുഡ് കഴിക്കണം എന്ന് പറയും. എന്തിനാ? ആ മസിൽസിൻ്റെ ഡാമേജ് ഒക്കെ മാറി റിപ്പയർ ചെയ്ത് നല്ല അടിപൊളി മസിലൊക്കെ വരാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ പ്രോട്ടീൻ നമ്മുടെ ഗ്രോത്തിനും പിന്നെയോ ബോഡി ബിൽഡിങ്ങിനും സഹായിക്കുന്നു. പ്രോട്ടീൻ ഈസ് എ ന്യൂട്രിയൻറ്റ് എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് ആൻഡ് ബോഡി ബിൽഡിംഗ്. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പോഷകം നമുക്ക് എന്തിനാണ്? നമ്മളുടെ വളർച്ചയ്ക്കും ശാരീരികമായ വളർച്ചയ്ക്കും നമ്മൾ അത്യാവശ്യമായ ഒന്നാണ് എന്ത്? പ്രോട്ടീൻ. പ്രോട്ടീൻ ഈസ് റിക്വയർഡ് ഫോർ ദ ഹെൽത്ത് ഓഫ് മസിൽ, ഹെയർ ആൻഡ് സ്കിൻ. മസിൽസിനും മുടിക്കും ത്വക്കിനൊക്കെ നമുക്ക് എന്ത് വേണം? പ്രോട്ടീൻ അത്യാവശ്യമാണ്. മോർ ഓവർ പ്രോട്ടീൻ പ്രൊവൈഡ് എനർജി. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് മാത്രമല്ല, എന്തും കൂടിയും എനർജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രോട്ടീനും എനർജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ കോസസ് ഡിസീസ് ലൈക്ക് കോഷിയോക്കർ ആൻഡ് മരാസ്മസ്. അപ്പോൾ കോഷിയോക്കറും മരാസ്മസ് എന്ന് പറഞ്ഞ ഡിസീസ്, അസുഖങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? പ്രോട്ടീൻ്റെ കുറവ് മൂലമാണ് അല്ലെ. ഡെഫിഷ്യൻസി, കുറവ് മൂലമാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? കോഷിയോക്കർ, മരാസ്മസ് എന്നീ രോഗങ്ങൾ ഉണ്ടാകുന്നത്. പ്രോട്ടീൻ നമ്മളുടെ ശാരീരിക നിർമ്മിതിക്കും വളർച്ചയ്ക്കും എന്താണ്? അത്യാവശ്യമായ ഒന്നാണ് പ്രോട്ടീൻ പേശി, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് എന്ത് വേണം? പ്രോട്ടീൻ വേണം അല്ലേ. പ്രോട്ടീൻ ഈസ് എസെൻഷ്യൽ ഫോർ ദ ഗ്രോത്ത് ആൻഡ് ബോഡി ബിൽഡിംഗ്. ഡെഫിഷ്യൻസി കോസസ് ഡിസീസീസ് കോഷിയോക്കർ ആൻഡ് മരാസ്മസ്. കോഷിയോക്കർ, മരാസ്മസ് എന്നീ അസുഖങ്ങൾ ഡിസീസ് ഉണ്ടാവുന്നത് പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ്. പിന്നെയോ പ്രോട്ടീൻ ഓൾസോ പ്രൊവൈഡ് എനർജി. നമുക്ക് പ്രോട്ടീൻ എന്ത് ചെയ്യുന്നുണ്ട്? എനർജിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രോട്ടീനുള്ള കുറച്ച് ഭക്ഷ്യവസ്തുക്കളുടെ പേരുകൾ അടിയിൽ എഴുതാൻ പറഞ്ഞിരിക്കണേ കേട്ടോ. ഇനി നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിഞ്ഞു, പ്രോട്ടീൻ കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ? ഫാറ്റ്. നമുക്കറിയാലേ ഫാറ്റ് കൊഴുപ്പ്. അപ്പോൾ ഈ കൊഴുപ്പ് കൂടുതലായാൽ പ്രശ്നമാണെന്ന് അറിയാം. അപ്പോൾ കൊഴുപ്പ് കൂടിയാൽ എന്ത് സംഭവിക്കും? ബ്ലോക്കൊക്കെ ഉണ്ടാവും. ഓക്കെ, കൊഴുപ്പപ്പോൾ കുറച്ച് കളയാം അല്ലേ. കൊഴുപ്പ് നമ്മളെ ശരീരത്തിൽ ഉണ്ടായ ദോഷമാണെന്ന് പറഞ്ഞ് നമ്മൾ കൊഴുപ്പ് മുഴുവനായി 0 കൊഴുപ്പായാലോ നമ്മുടെ ബോഡിയിൽ നമ്മൾ ഡെഡാവും. നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് ഒട്ടുമില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മരിച്ചുപോയി എന്നാണ് അർത്ഥം. അപ്പം നമ്മുടെ ശരീരത്തിൽ എന്താ? കൊഴുപ്പ് അത്യാവശ്യമായൊരു കാര്യമാണ്. പക്ഷെ എന്താവാൻ പാടില്ല? ഓവറാവാൻ പാടില്ല. കൂടുതലായാൽ ദോഷമാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ഫുഡ് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. ചിപ്സ്, റോ ബനാന, ക്രഷ്ഡ് സെസമി, ഡ്രൈഡ് കോക്കനട്ട്, ഉണങ്ങിയ തേങ്ങ. അപ്പം നമ്മൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവയെ പോലെ തന്നെ കൊഴുപ്പ് എന്താണ്? നമുക്ക് അത്യാവശ്യമാണ് അല്ലെ, ആവശ്യമാണ്. ഒരേ അളവിൽ നമ്മൾ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എടുത്താൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? കൊഴുപ്പിൽ നിന്നാണ്. അപ്പം നമുക്ക് ഈ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചതിൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, ഇവ 3ഉം നമുക്ക് എന്ത് തരുന്നുണ്ട്? എനർജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇനി ഈ പറഞ്ഞ ആഹാരവസ്തുക്കളിൽ നമ്മൾ പരീക്ഷണം നടത്താണ്. എങ്ങനെ കൊഴുപ്പുണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ എന്ത് പരീക്ഷണം നടത്തണേ? അതൊരു കടലാസിൽ ഇങ്ങനെ സ്ക്രബ് ചെയ്യുക, വെറുതെ ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ അതിലെങ്ങനെ എന്തെങ്കിലും ഉരച്ചൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേപ്പറിൽ അത് ചുരുട്ടി പിടിക്കുക, അല്ലെങ്കിൽ എണ്ണ ഓയിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ആ പേപ്പർ എന്താവും? ട്രാൻസ്ലൂസൻ്റ് ആവും അല്ലേ. നമുക്കറിയാം എണ്ണ വീണ് കഴിഞ്ഞാൽ പേപ്പർ എന്താവാന്നുള്ളത്, ട്രാൻസ്ലൂസൻ്റ് ആവും. അപ്പോൾ അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ അതിലെന്താണ്? ഫാറ്റ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പം ചിപ്സ് എടുത്ത് പൊതിഞ്ഞാലോ, ചിപ്സിൽ അങ്ങനെ ചെയ്താലോ നമുക്ക് അപ്പോൾ ആ എണ്ണമയം കാണാൻ പറ്റും അല്ലേ. കാരണം എന്താണ്? ആ ചിപ്സ് വറുത്ത് കോരിയെടുക്കുന്നത് എണ്ണയിലാണ്. അപ്പോൾ അതിൽ കുറച്ച് എണ്ണയൊക്കെ അതിൽ വലിച്ചെടുത്തിട്ടുണ്ടാവും. ഈ പറഞ്ഞ എല്ലാ ഫുഡ് ഐറ്റംസിലും എന്തുണ്ട്? ഇപ്പം ഈ കൊടുത്തിട്ടുള്ള 1 2 3 4 5 ഫുഡ് ഐറ്റംസിൽ എന്തുണ്ട്? ഫാറ്റ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഫാറ്റിൻ്റെ അളവ് എന്താണ്? വ്യത്യാസമാണ്. ഹൈ ഫാറ്റ് ഉള്ളവയും ലോ ഫാറ്റ് ഉള്ളവയും എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ചിപ്സിൽ എന്താണ്? ലോ ഫാറ്റേ ഉള്ളൂ. നമ്മൾ വറുത്ത് കോരുമ്പോൾ ഉണ്ടാവുന്ന ആ എണ്ണ മാത്രമേ ഉള്ളൂ. ഇനി പച്ചവാഴക്കായ, റോ ബനാന കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പച്ചവാഴക്കായയിൽ എന്തില്ലാന്ന്? ഫാറ്റില്ലാന്ന്. പക്ഷേ തെറ്റാണ്. അതിലെന്തുണ്ട്? വളരെ സ്മോൾ ക്വാണ്ടിറ്റി ഫാറ്റ് ഉണ്ട് കേട്ടോ, വളരെ ചെറുത്. അപ്പോൾ ചിപ്സിലും ഇതിലും എന്തെന്ന് പറയാം? വളരെ ചെറിയ അളവിലെ ഫാറ്റ് ഉള്ളൂ. പക്ഷേ അടുത്തത് എന്താ? ക്രഷ്ഡ് സസീമി, അതിലെന്തുണ്ട്? ഫാറ്റ് ഉണ്ട്, ഹൈ ക്വാണ്ടിറ്റി ഓഫ് ഫാറ്റ് ഉണ്ട് കേട്ടോ. ചതച്ച എള്ളിൽ
ക്രഷ്ഡ് സസീമി. ഇനി ഉണങ്ങിയ തേങ്ങ, അത് നമുക്ക് അറിയാമല്ലേ, അത് നോക്കിയേ വേണ്ട, നമുക്കറിയാവുന്ന കാര്യമാണ്. എന്ത് ഡ്രൈഡ് കോക്കനട്ടിൽ എന്തുണ്ട്, ഫാറ്റ് ഉണ്ട് എന്നുള്ളത്. ഹൈ ക്വാണ്ടിറ്റി ആണ് ഫാറ്റ് ഉള്ളത്. ഇനി ചതച്ച നിലക്കടല, ക്രഷ്ഡ് ഗ്രൗണ്ട് നട്ട് അല്ലെങ്കിൽ പീനട്ട്, അതിലെന്തുണ്ടെന്ന് നമുക്കറിയാം, ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. അതിലും ഹൈ ക്വാണ്ടിറ്റി ഫാറ്റാണ് ഉള്ളത്. നമ്മൾ പറഞ്ഞു ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഇവ മൂന്നും നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നവയാണ്. ഏറ്റവും കൂടുതൽ എനർജി കിട്ടുന്നത് ഈ മൂന്നെണ്ണത്തിൽ നിന്ന്. ഇതിലാണ് ഫാറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എനർജി കിട്ടുന്നത്. ഈ മൂന്നെണ്ണം തുല്യ അളവിലെടുത്താൽ ഏറ്റവും കൂടുതൽ എനർജി തരുന്നത് ആരായിരിക്കും, ഫാറ്റ് ആയിരിക്കും. അന്ന് കരുതി നമുക്ക് ഫാറ്റ് കൂടുതൽ കഴിക്കാൻ പറ്റുമോ? ഫാറ്റ് കണ്ടന്റ് ഉള്ള ഫുഡ് ഐറ്റംസ് നമുക്ക് കൂടുതൽ കഴിക്കാൻ പറ്റുമോ? അങ്ങനെ കൂടുതൽ കൺസ്യൂം ചെയ്താൽ നമുക്ക് എന്ത് സംഭവിക്കും, നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് അടിഞ്ഞുകൂടും അല്ലേ. അത് നമുക്ക് എന്താണ്, ദോഷമാണ് ചെയ്യുക. നമ്മളുടെ ചെറിയ ചെറിയ ഞരമ്പുകൾ, ബ്ലഡ് വെസൽസ് ഉണ്ട് നമ്മളുടെ അല്ലേ, വെയിൻസ്, കാപ്പിലറീസ് അങ്ങനെയൊക്കെ പറയും അല്ലേ. ഇതിലൊക്കെ എന്ത് സംഭവിക്കും, ഈ വെസൽസിൽ, ബ്ലഡ് വെസൽസിൽ എന്ത് സംഭവിക്കും, ഈ ഫാറ്റ് വന്ന് അടിയും. അങ്ങനെ ഫാറ്റ് അടിഞ്ഞ് എന്താവും, രക്തക്കുഴലിൻ്റെ ആ വികാസം കുറയും അല്ലേ. ഒരു ഹോളിൻ്റെ വണ്ണം കുറയൂലേ. അപ്പം അതിൽ കൂടെ പോകുന്ന ബ്ലഡിൻ്റെ അളവിൽ എന്ത് സംഭവിക്കും, കുറവ് സംഭവിക്കും. അങ്ങനെ കാലക്രമേണ അത് കൂടി വന്ന് എന്ത് സംഭവിക്കും, ആ ഒരു ബ്ലഡ് വെസൽ ബ്ലോക്ക് ആവും, മൊത്തത്തിൽ അടഞ്ഞു പോകും. അങ്ങനെ കുറേശ്ശെ ഫാറ്റ് വന്ന് അടിഞ്ഞ് അതെന്താവും, ബ്ലോക്ക് ആവും. അപ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, പാരലൈസ് ഇതൊക്കെ പോകുന്നത്. നമ്മൾ പക്ഷാഘാതം, തലച്ചോറിലേക്കുള്ള ബ്ലഡ് വെസലിൻ്റെ അവിടെയാണ് ഈ ഫാറ്റ് വന്ന് അടിഞ്ഞെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ തലച്ചോറിലേക്ക് വേണ്ട ബ്ലഡ് ആവശ്യത്തിന് എത്താതെ വരും. അപ്പോൾ ആ ഭാഗത്തുള്ള തലച്ചോറിലുള്ള കോശങ്ങൾ, ഏത് ഭാഗത്തേക്കാണോ ബ്ലഡ് എത്താത്തത് ആ ഏരിയയിലുള്ള കോശങ്ങൾ മരിച്ചു പോകും അല്ലേ. ബ്ലഡ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഡെഡ് ആവും. അപ്പം നമ്മൾക്ക് എന്താവും, ആ ഒരു ഏരിയ, ആ ഒരു തലച്ചോറിൻ്റെ ഏത് ഭാഗമാണോ ശരീരം കൺട്രോൾ ചെയ്തിരുന്നത് അതെന്താവും, പാരലൈസ് ചെയ്ത് പോവും, തളർന്നു പോവും ആ ഒരു ശരീരഭാഗം. പിന്നെയോ നമ്മുടെ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് വെസലിലാണ് ബ്ലോക്ക് വന്നതെന്നുണ്ടെങ്കിലോ ഹാർട്ട് അറ്റാക്ക് അങ്ങനെയുള്ളതിലേക്കൊക്കെ ലീഡ് ചെയ്യും. അപ്പോൾ കൊളസ്ട്രോൾ കൂടുതലുള്ളത് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണോ? അല്ല. ഇനി നമുക്ക് കാർബോഹൈഡ്രേറ്റ് കഴിഞ്ഞു, പ്രോട്ടീൻ, ഫാറ്റ് കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്, വൈറ്റമിൻസ്. നമുക്കറിയാം അല്ലേ, വൈറ്റമിൻസ് നമുക്ക് കേട്ടിട്ടുള്ള പേരാണ് വൈറ്റമിൻസ്. ഏതൊക്കെ വൈറ്റമിൻസ് നമുക്കറിയാം, എ, ബി, സി, ഡി, ഇ, എഫ് ഉണ്ടോ? എഫ് ഇല്ല അല്ലേ, ജി, യു ഇല്ല, പിന്നെയോ കെ. അങ്ങനെ എ, ബി, സി, ഡി, ഇ, കെ 6 തരത്തിലുള്ള വൈറ്റമിൻസ് ആണ് നമ്മളിലുള്ളത്. അപ്പോൾ ഈ വൈറ്റമിൻസ് ഒക്കെ നമ്മളെ എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഏതൊക്കെ ഫുഡ് ഐറ്റംസിലാണോ ഉള്ളതെന്ന് നോക്കാം. വൈറ്റമിൻ എ, മെയിൻറ്റെയിൻ ദ ഹെൽത്ത് ഓഫ് ഐസ്, സ്കിൻ ആൻഡ് ഹെയർ. അപ്പോൾ ഏതിൻ്റെ ഒക്കെ ആരോഗ്യമാണ് നോക്കുന്നത് വൈറ്റമിൻ എ? കണ്ണ്, ത്വക്ക്, തലമുടി അല്ലേ, ഇവയുടെ ഒക്കെ ആരോഗ്യത്തിന് നമ്മൾ എന്ത് കഴിക്കണം, വൈറ്റമിൻ എ ഉള്ള ഫുഡ് കഴിക്കണം. ഇനി വൈറ്റമിൻ ബി, മെയിൻറ്റെയിൻ ദ ഹെൽത്ത് ഓഫ് ബ്രെയിൻ, നെർവ്, ഹാർട്ട് ആൻഡ് സ്കിൻ. വൈറ്റമിൻ ബി നമ്മൾ എന്തിനൊക്കെയാണ് കഴിക്കുന്നത്, നമ്മളുടെ തലച്ചോറിൻ്റെ, പിന്നെ നാഡീവ്യൂഹത്തിൻ്റെ, ഹൃദയത്തിൻ്റെ, ത്വക്കിൻ്റെ ഒക്കെ ശരിയായ പ്രവർത്തനത്തിന് നമ്മൾ എന്ത് കഴിക്കണം, വൈറ്റമിൻ ബി അടങ്ങിയ ഫുഡ് കഴിക്കണം. വൈറ്റമിൻ സി, ഫോർ ഹെൽത്ത് ഓഫ് ടീത്ത്, ഗം, ബ്ലഡ് വെസൽസ് ആൻഡ് ഫോർ ഇമ്മ്യൂണിറ്റി. നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്കും നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തിനും പിന്നെയോ മോണ, രക്തക്കുഴൽ എന്നിവയുടെയൊക്കെ ആരോഗ്യത്തിനും നമ്മൾ എന്ത് കഴിക്കണം, വൈറ്റമിൻ സി അടങ്ങിയ ഫുഡുകൾ കഴിക്കണം. വൈറ്റമിൻ ഡി, ഫോർ ദ ഹെൽത്ത് ഓഫ് ബോൺ ആൻഡ് ടീത്ത് ആൻഡ് ഫോർ ഇമ്മ്യൂണിറ്റി. നമ്മളുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആര് വേണം, വൈറ്റമിൻ ഡി വേണം. പിന്നെയോ രോഗപ്രതിരോധ ശേഷിയെയും സഹായിക്കുന്നു. അപ്പോൾ ആരൊക്കെ ഇവിടെ രോഗപ്രതിരോധ ശേഷിയെ സഹായിക്കുന്നത്, വൈറ്റമിൻ ഡിയും വൈറ്റമിൻ സിയും. കിട്ടിയല്ലോ. ബാക്കി നമുക്കറിയാം അല്ലേ. വൈറ്റമിൻ എ കണ്ണുകൾ, സ്കിന്ന്, ഹെയർ എന്നിവയ്ക്കാണ്. വൈറ്റമിൻ ബി എന്ന് പറയുമ്പോൾ ബ്രെയിൻ, നെർവ്, ഹാർട്ട് ആൻഡ് സ്കിൻ. സി എന്ന് പറയുമ്പോൾ ടീത്ത്, ഗമ്മ്, ബ്ലഡ് വെസൽസ്, പിന്നെ ഇമ്മ്യൂണിറ്റി. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ടീത്ത് ആൻഡ് ബോൺ, പിന്നെ ഫോർ ഇമ്മ്യൂണിറ്റി, ഇതിനൊക്കെ സഹായിക്കുന്നു. ഇനി വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞാൽ നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് എന്ത്, വൈറ്റമിൻ ഇ.
ഫോർ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് നേഴ്സ്. അടുത്തത് ലാസ്റ്റ് വൈറ്റമിൻ കെ ഫോർ ബ്ലഡ് ക്ലോട്ടിങ് വെൻ വൂൺസ് ഒക്കേഴ്സ്. നമ്മുടെ ശരീരത്തിൽ വലിയ മുറിവുകൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ആവാൻ വേണ്ടി സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് എന്ത്? വൈറ്റമിൻ കെ. അപ്പോൾ വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കും, ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ കെ. നെർവിൻ്റെ ഫങ്ഷന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഇ ആൻഡ് വൈറ്റമിൻ ബി. ഓക്കെ. ബോൺ, ടീത്ത്, അതിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി. അങ്ങനെ ഓർത്ത് പഠിക്കുക കേട്ടോ. ഐയുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഉള്ള വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ. വിച്ച് വൈറ്റമിൻ ആർ എസെൻഷ്യൽ ഫോർ ഹെൽത്ത് ഓഫ് സ്കിൻ? ഏതാ? സ്കിന്നിൻ്റെ നോക്കിയേ, വൈറ്റമിൻ എ ആൻഡ് വൈറ്റമിൻ ബി. ഓക്കെ. വാട്ട് ഹെൽത്ത് ഇഷ്യൂസ് വിൽ ഒക്കേഴ്സ് ഇഫ് യു ഡോണ്ട് ഗെറ്റ് അഡിക്വേറ്റ് ക്വാണ്ടിറ്റി ഓഫ് വൈറ്റമിൻ ഡി? നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യത്തിനുള്ള വൈറ്റമിൻ ഡി എത്തിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? എന്ത് ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക? വൈറ്റമിൻ ഡി വന്നില്ലെങ്കിൽ നമുക്കറിയാം വൈറ്റമിൻ ഡി എന്തിനാ സഹായിക്കുന്നത്? ഹെൽത്ത്, എന്തിൻ്റെ? ബോണിൻ്റെയും ടീത്തിൻ്റെയും ഹെൽത്തിനും ഇമ്മ്യൂണിറ്റിക്കും വേണ്ടിയാണ് വൈറ്റമിൻ ഡി സഹായിക്കുന്നത്. അപ്പോൾ വൈറ്റമിൻ ഡി ആവശ്യത്തിന് ലഭിച്ചില്ലെങ്കിൽ എന്ത് ആരോഗ്യ പ്രശ്നം ഉണ്ടാവും? നമ്മുടെ ബോണിനും ടീത്തിനുമുള്ള ഹെൽത്ത് ഉണ്ടാവില്ല. അതായത് അത് വീക്കാവുകയോ അല്ലെങ്കിൽ മൃദുവാവുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ റിക്കറ്റ്സ് എന്നുള്ള അസുഖം ഉണ്ടാവും. മലയാളത്തിൽ കണ എന്ന് പറയും. വൈറ്റമിൻ ഡി ആൻഡ് വൈറ്റമിൻ ബി കോംപ്ലക്സ്. അപ്പോൾ എന്താണ് ബി കോംപ്ലക്സ്? എന്താ? നമ്മളുടെ വൈറ്റമിൻ ബി 8 തരത്തിലുണ്ട് പ്രധാനമായിട്ടും. അവയെ ഒന്നിച്ച് നമ്മൾ പറയുന്നതാണ് എന്ത്? ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ. വൈറ്റമിൻ ഡി ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം സൺലൈറ്റ്. നമുക്ക് വൈറ്റമിൻ ഡി എവിടെ നിന്ന് കിട്ടും? സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കും. ട്രേസ് എമൗണ്ട് ഓഫ് ഇറ്റ് ഈസ് ഓൾസോ ഒബ്റ്റൈൻഡ് ഫ്രം ഫുഡ്. പിന്നെയോ നമുക്ക് വളരെ കുറഞ്ഞൊരളവിൽ ഭക്ഷണത്തിൽ നിന്നും ലഭിക്കും. ഈ വൈറ്റമിൻ ഡി ഉള്ള സൂര്യപ്രകാശം നട്ടുച്ചയ്ക്ക് പോയി ഒന്നും കൊള്ളരുതിട്ട്, അപ്പോൾ സൂര്യാഘാതം ഏൽക്കും. നമ്മൾ എപ്പോഴാണ് വൈറ്റമിൻ ഡി അല്ലെങ്കിൽ സൂര്യപ്രകാശം എപ്പോഴാണ് നല്ലത് നമുക്ക് കൊള്ളുന്നത്? രാവിലത്തെ, അല്ലേ? ആ ഒരു രാവിലത്തെ സൂര്യപ്രകാശം കൊള്ളുന്നത് നമുക്ക് നല്ലതാണ് കേട്ടോ. പിന്നെ ചെറിയ അളവിൽ ഭക്ഷണത്തിൽ നിന്നും നമുക്കിത് ലഭിക്കുന്നുണ്ട്. പിന്നെയോ this vitamin is essential for the health of bone and teeth and for immunity. നമ്മൾ പറഞ്ഞു ഈ വൈറ്റമിൻ നമ്മളുടെ എല്ലിനും പല്ലിനും ഇമ്മ്യൂണിറ്റിക്കും ആവശ്യമാണ്, അത്യാവശ്യമാണ്. Due to the deficiency of vitamin D, the bone in children becomes soft and brittle. നമ്മളുടെ ഈ വൈറ്റമിൻ്റെ കുറവ്, വൈറ്റമിൻ ഡിയുടെ കുറവ് കുട്ടികളിൽ എന്തുണ്ടാക്കും? അവരുടെ എല്ലുകൾ എന്താവും? സോഫ്റ്റ് ആവും, അല്ലെ? മൃദുവാവുകയും പൊട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും, അല്ലെ? ദൃഢത കുറയുകയും ചെയ്യും. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? റിക്കറ്റ്സ് എന്ന് പറയുന്നത്. ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് റിക്കറ്റ്സ്. റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ് ഉണ്ടാകുന്നത്? വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലമാണ് ഉണ്ടാകുന്നത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആ കുട്ടിയുടെ റിക്കറ്റ്സ് ബാധിച്ച കുട്ടിയുടെ എല്ല് എന്തായിരിക്കും? സോഫ്റ്റ് ആയിരിക്കും, അല്ലേ? മൃദുവായിരിക്കും. ചിലപ്പോൾ എവിടെയെങ്കിലും ഒന്ന് തട്ടയും മുട്ടയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ എല്ല് ഒടിയും. ഓക്കെ. സൺലൈറ്റ് ഈസ് ഗുഡ് ഫോർ ഗെറ്റിംഗ് വൈറ്റമിൻ ഡി. നമ്മൾ പറഞ്ഞു സൂര്യപ്രകാശം നിന്ന് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടും. ഇനി അടുത്തത് ബി കോംപ്ലക്സ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് 8 ഡിഫറെൻറ്റ് വൈറ്റമിൻസ്. ബി കോംപ്ലക്സ് എന്ന് പറയുന്നത് 8 തരത്തിലുള്ള വൈറ്റമിൻസ് ആണ്. എസെൻഷ്യൽ ഫോർ ദ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് ദ ബോഡി. നമ്മളുടെ ശാരീരികമായ പ്രവർത്തനങ്ങൾക്ക് ബി കോംപ്ലക്സ് അത്യാവശ്യമാണ്. ഇറ്റ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മെയിൻറ്റെയിനിങ് ഹെൽത്ത്. ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട് നമ്മളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി. ബി കോംപ്ലക്സ് ഈസ് എസെൻഷ്യൽ ഫോർ സെല്ലുലാർ ഹെൽത്ത്, ഫോർമേഷൻ ഓഫ് റെഡ് ബ്ലഡ് സെൽസ്, ഐസൈറ്റ്, ഫങ്ഷനിങ് ഓഫ് നെർവ്സ് ആൻഡ് കാർഡിയാക് ഹെൽത്ത്. ഏതൊക്കെ രീതിയിലാണ്? കോശത്തിൻ്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, പിന്നെയോ നമ്മുടെ കാഴ്ച ശക്തിക്ക്, നാഡീപ്രവർത്തനത്തിന്, പിന്നെയോ ഹാർട്ട്, അല്ലെ? കാർഡിയാക് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഹൃദയ സംബന്ധമായ ആരോഗ്യത്തിനൊക്കെ അത്യാവശ്യമാണ്? ബി കോംപ്ലക്സ് അത്യാവശ്യമാണ്.
വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലമാണ് റിക്കറ്റ്സ് ഉണ്ടാവുന്നത്. വൈറ്റമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും പിന്നെ ഇമ്മ്യൂണിറ്റിക്കും അത്യാവശ്യമാണ്. അതെവിടെ നിന്ന് ലഭിക്കുന്നു? നമുക്ക് സൺലൈറ്റിൽ നിന്ന് ലഭിക്കുന്നു. ബി കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 8 തരത്തിലുള്ള വൈറ്റമിൻസിൻ്റെ കൂട്ടത്തെയാണ് നമ്മൾ ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. അവ നമ്മൾ എന്തെല്ലാം രീതിയിലാണ് സഹായിക്കുന്നത്? ഏതൊക്കെ പ്രവർത്തനങ്ങൾക്കാണ് ആവശ്യമായത്? സെല്ലിൻ്റെ ആരോഗ്യത്തിന് കോശത്തിൻ്റെ ആരോഗ്യം, സെല്ലുലാർ ഹെൽത്ത്, ഫോർമേഷൻ ഓഫ് റെഡ് ബ്ലഡ് സെൽസ്, ചുവന്ന രക്താണുവിൻ്റെ വളർച്ച, പിന്നെയോ കാഴ്ചശക്തി, ഐസൈറ്റ്, നാഡീപ്രവർത്തനം, ഫങ്ഷനിങ് ഓഫ് നെർവ്സ്, ഹൃദയ സംബന്ധമായ ആരോഗ്യം, കാർഡിയാക് ഹെൽത്ത്, ഇതിനൊക്കെ എന്താണ്? ബി കോംപ്ലക്സ് ആവശ്യമാണ്. നമ്മളെ വൈറ്റമിൻസിനും കഴിഞ്ഞു അല്ലേ? വൈറ്റമിൻസ് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണെന്ന് അറിയാം. എന്നാലും പഠിച്ചു കഴിഞ്ഞാൽ നല്ല സുഖമാണ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഏരിയയാണ്. മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. അത് ചാർട്ടൊക്കെ ആക്കി തന്നെ പഠിക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ് കഴിഞ്ഞു. ഇനി എന്താ? മിനറൽസ്. ഈ വൈറ്റമിനും മിനറൽസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയോ? വൈറ്റമിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സസ്യങ്ങളിൽ നിന്നോ ജന്തുക്കളിൽ നിന്നൊക്കെ ലഭിക്കും. അവ ഉണ്ടാക്കും. സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും വൈറ്റമിൻസ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഈ വൈറ്റമിൻസ് ചൂടാക്കുകയോ കഴുകുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അതേ സ്ഥാനത്ത് മിനറൽസ് എന്ന് പറഞ്ഞാൽ എന്തല്ല? നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. അതൊന്നുകിൽ നമുക്ക് മണ്ണിൽ നിന്ന് ലഭിക്കണം, അല്ലെങ്കിലോ വെള്ളത്തിൽ നിന്ന് ലഭിക്കണം. മനസ്സിലായോ? ഇപ്പം ചെടികളൊക്കെ എന്ത് ചെയ്യും? ഈ അവരെ വേര് മണ്ണിലാക്കിയിട്ട് ആ മണ്ണിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഒക്കെ ഇവർക്ക് വേണ്ട വൈറ്റമിൻസും മിനറൽസും ഒക്കെ വലിച്ചെടുക്കും. അത് അവരുടെ ശരീരത്തിലുണ്ടാവും. ഈ പ്ലാന്റ്സിൻ്റെ ശരീരത്തിലുണ്ടാവും. അത് നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമുക്കും ആ പ്ലാന്റ്സിൽ നിന്ന് നമുക്കും ഈ മിനറൽസ് ലഭിക്കും. മനസ്സിലായോ? ഇത് ചൂടാക്കിയത് കൊണ്ടോ കുറേ ഇട്ട് കഴിയുകൊണ്ടോ എന്ത് വരില്ല? നഷ്ടപ്പെട്ടു പോവില്ല. അതാണ് വൈറ്റമിൻസും മിനറൽസും തമ്മിലുള്ള മെയിനായിട്ടുള്ള ഒരു ഡിഫറൻസ്. വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ ജൈവികമായി ഉണ്ടാവുന്നതാണ്. മറ്റേത് അങ്ങനല്ല. അവിടെ നഷ്ടപ്പെട്ടൊന്നും പോവാത്ത മണ്ണിലും വെള്ളത്തിൽ നിന്നാണ് മിനറൽസ്, ധാതുക്കൾ നമുക്ക് ലഭിക്കുന്നത്. വൈറ്റമിൻസ് കിട്ടുന്ന ഫുഡ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കിയില്ല അല്ലേ? വൈറ്റമിൻ എ ഏതാ നമുക്കറിയാം. മത്സ്യം, ക്യാരറ്റ്, ചീര, സ്പിൻച്ച്, പാൽ, മുട്ട, വെണ്ണ, ബട്ടർ, എഗ്ഗ്, മിൽക്ക്. ഇനി വൈറ്റമിൻ ബി മട്ടരി, ചീര, പിന്നെയോ പാല്, കരൾ, മുട്ട, മട്ട, റൈസ്, സ്പിനിച്ച്, മിൽക്ക്, ലിവർ, എഗ്ഗ്. അടുത്തത് വൈറ്റമിൻ സി നെല്ലിക്ക, ഗോസ്ബെറി, നാരങ്ങ, ലെമൺ, പിന്നെ ഓറഞ്ച്, തക്കാളി, ടൊമാറ്റോ, പപ്പായ. ഇവയിലൊക്കെ എന്താണ്? വൈറ്റമിൻ സി ധാരാളമുണ്ട്. വൈറ്റമിൻ ഡി മത്സ്യം, മുട്ട, പാൽ, വെണ്ണ, സൺലൈറ്റ് അല്ലേ? നമുക്കറിയാം സൂര്യപ്രകാശം. വൈറ്റമിൻ ഡി ധാരാളമായിട്ട് നമുക്ക് ലഭിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും അല്ലേ? നമ്മൾ പഠിച്ചു. ഡെഫിഷ്യൻസിയാണ് റിക്കറ്റ്സ്. വെണ്ണ, ബട്ടർ, പാൽ, മിൽക്ക്, ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കുന്നത്. വൈറ്റമിൻ ഇ നിലക്കടല, പീനട്ട്, ബദാം, ആൽമണ്ട്, പിന്നെയോ സസ്യ എണ്ണകളിൽ നിന്ന് കപ്പലണ്ടി, മുളപ്പിച്ച ധാന്യങ്ങളിലൊക്കെ എന്താണ്? വൈറ്റമിൻ ഇ ധാരാളമായിട്ടും ഉണ്ട്. വൈറ്റമിൻ ഇ എന്തിനാണ് സഹായിക്കുന്നത്? നെർവ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷന് വേണ്ടിയാണ് സഹായിക്കുന്നത്. വൈറ്റമിൻ കെയോ ക്ലോട്ടിങ് അല്ലേ? ഏതൊക്കെ ഫുഡിൽ നിന്നാണ് ലഭിക്കുന്നത്? ക്യാബേജ്, കോളിഫ്ലവർ, പച്ചക്കറികൾ, പിന്നെയോ തക്കാളി, ടൊമാറ്റോ. ഓക്കെ, ഇനി നമ്മൾക്ക് നോക്കാം മുരിങ്ങയിലയിൽ ഏതെല്ലാം വൈറ്റമിൻസ് ആണ് അടങ്ങിയിരിക്കുന്നത്. വൈറ്റമിൻ എ, ബി, സി, ഇ എന്നീ വൈറ്റമിൻസ് ഒക്കെയാണ് എന്തിൽ അടങ്ങിയിരിക്കുന്നത്? മുരിങ്ങക്കായയിൽ അടങ്ങിയിരിക്കുന്നത്. മുരിങ്ങ ഇലയിൽ അടങ്ങിയിരിക്കുന്നത്. അടുത്തത് ചീര, സ്പിൻച്ച്. ചീര വൈറ്റമിൻ എ, സി, കെ, പിന്നെയോ അയൺ. അയൺ എന്ന് പറഞ്ഞാൽ ധാതുവാണ് കേട്ടോ. പിന്നെ പേരയ്ക്ക, ഗുവയിൽ ഏതൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും. പപ്പക്കായയിലോ? വൈറ്റമിൻ എ, വൈറ്റമിൻ സി, ഇ, വൈറ്റമിൻ ഇ. ഇനി മാംഗോയിൽ ഏതൊക്കെ വൈറ്റമിൻ അടങ്ങിയിരിക്കുന്നത്? വൈറ്റമിൻ എ, വൈറ്റമിൻ സി. ഇനി ഈ വൈറ്റമിൻസ് തന്നെ വെള്ളത്തിൽ അലിയുന്നവയും കൊഴുപ്പിൽ അലിയുന്നവയും എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാൻ പറ്റും. വാട്ടർ സോളിബിളും ഫാറ്റ് സോളിബിളും. അപ്പോൾ വെള്ളത്തിൽ അലിയുന്നവ ഏതൊക്കെയാണ്? ബി എന്ന വൈറ്റമിനും സി എന്ന വൈറ്റമിനുമാണ്. നമുക്കത് ഒരു കോഡ് പോലെ പഠിച്ചേക്കാം. WBC
അറിയോ? WBC. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? വാട്ടർ സോളിബിൾ ആണ് അല്ലേ? വാട്ടർ സോളിബിൻ്റെ W ആണ്. ബിയും സിയും എന്താണ്? വൈറ്റമിൻ ആണ്. അപ്പം WBC എന്ന് ഓർത്തേക്കുക. അപ്പോൾ വാട്ടർ സോളിബിളായ വൈറ്റമിൻസ് ഏതൊക്കെയാണ്? ബിയും സിയും ആണ്. ബാക്കിയുള്ള എല്ലാ വൈറ്റമിൻ ഏതാണ്? ഫാറ്റ് സോളിബിൾ ആണ്. ഏതൊക്കെയാണ്? A, D, E, K. ഈ 4 എണ്ണവും എന്താണ്? ഫാറ്റ് സോളിബിളായ വൈറ്റമിൻ ആണ്. അപ്പം നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വൈറ്റമിൻ എയുടെ ഗുളിക തന്നു കഴിഞ്ഞാൽ ഡോക്ടർ പറയും എന്താ, ഒരു ഫാറ്റ് അടങ്ങിയ കുറച്ച് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഈ വൈറ്റമിൻ എ എന്ന ടാബ്ലറ്റ് മാത്രം കഴിച്ചുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യില്ല, നമ്മുടെ അബ്സോർപ്ഷൻ, ഈ വൈറ്റമിൻ എയുടെ അബ്സോർപ്ഷൻ കറക്റ്റായിട്ട് ആഗിരണം ചെയ്ത് എടുക്കണം എന്നില്ല നമ്മുടെ കുടലിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഇത്തിരി ഫാറ്റ് കൂടി അടങ്ങിയ ഒരു ഇത് കഴിച്ചാൽ എന്താണ്, പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. മനസ്സിലായോ? നമ്മുടെ കുടലിൽ ഫാറ്റ് കൂടി ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുള്ളൂ, നമ്മുടെ വൈറ്റമിൻ A, D, E, K എന്നുള്ള വൈറ്റമിൻസൊക്കെ ശരീരത്തിൽ കറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കൊഴുപ്പില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ഈ ഫാറ്റ് സോളിബിളായ വൈറ്റമിൻസ് ഒന്നും ആഗിരണം ചെയ്യാൻ കഴിയത്തില്ല. ഇനി പ്രധാനപ്പെട്ട മിനറൽസ് ഏതൊക്കെയാണ്? അയേൺ, കാൽഷ്യം, അയഡിൻ, ഇവയൊക്കെയാണ് മിനറൽസിൽ വരുന്നത്. ഇനിയുണ്ട് ഏതൊക്കെയാ? സോഡിയം, പൊട്ടാസ്യം ഒക്കെ എന്താണ്? നമ്മുടെ മിനറൽസ് ആണ്. അത് മണ്ണിൽ നിന്നും ജലത്തിൽ നിന്നും ആണ് നമുക്ക് ലഭിക്കുന്നത്. ശരീരത്തിൻ്റെ എല്ലുകളുടെ ഒക്കെ നിർമ്മാണത്തിന് എന്താണ്? ഈ മിനറൽസ് നമുക്ക് ആവശ്യമാണ്. ഇനി അയൺ ഏത് ഭക്ഷണ പദാർത്ഥത്തിലാണ്, ഏതെല്ലാം ആഹാരത്തിലാണ് അടങ്ങിയിരിക്കുന്നത്? ഇലക്കറികൾ, ഗജറി, മത്സ്യം, കരൾ അല്ലേ? ഇലക്കറികൾ, ശർക്കര, മത്സ്യം, ലിവർ, ഇതിലൊക്കെയാണ് എന്തടങ്ങിയിരിക്കുന്നത്? അയൺ അല്ലെങ്കിൽ ഇരുമ്പ് എന്ന് പറയുന്ന മിനറൽസ്, ധാതുക്കൾ അടങ്ങിയിരിക്കുന്നത്. ഇതെന്തിനാ സഹായിക്കുന്നത്? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിൽ ഇതെന്താണ്? പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. പ്ലേ എ സിഗ്നിഫിക്കൻ്റ് റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ്. ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ്? ലീഫി വെജിറ്റബിൾസ്, ജഗറി, ഫിഷ്, ലിവർ. അടുത്ത മിനറൽസ് ആണ് കാൽഷ്യം. ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ്? എഗ്, മിൽക്ക്, ലീഫി വെജിറ്റബിൾ, ഫിഷ്. ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോൺ, ടീത്ത്, എക്സെട്ര, ആൻഡ് ഓൾസോ ഹെൽപ്പ് ഇൻ ദ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. അപ്പോൾ കാൽഷ്യം എന്ന ധാതു മിനറലും എന്തിനു സഹായിക്കുന്നുണ്ട്? ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും, ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ K ആണ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നത്, ബ്ലഡ് ക്ലോട്ട് ആവാൻ. അപ്പോൾ ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന ധാതു മിനറൽസ് ഏതാണ് എന്ന് ചോദിച്ചാൽ എന്താ? ധാതുക്കൾ ഏതാണ്? മിനറൽസ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? കാൽസ്യമാണ്. ഏതാണ്? കാൽസ്യം. അപ്പോൾ ആൻസർ തെറ്റിപ്പോവരുത് കേട്ടോ. ഇനി നമ്മുടെ എല്ലിനും പല്ലിനും വളർച്ചയ്ക്ക് ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ D. എല്ലിനും പല്ലിനും ആവശ്യമായ ധാതുക്കളാണ് അല്ലെങ്കിൽ മിനറൽസ് ആണ് എന്ത്? കാൽഷ്യം. ഓക്കെ. അയഡിൻ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? നമ്മുടെ ശരീരത്തിലേക്ക് സീ ഫുഡിൽ നിന്നാണ് അയഡിൻ നമുക്ക് ലഭിക്കുന്നത്, ധാരാളമായിട്ട് ലഭിക്കുന്നത്. ഇനി അതെന്തിനൊക്കെ സഹായിക്കുന്നു? ഹെൽപ്സ് ഇൻ ദ ഫങ്ഷൻ ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ്. നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിനാണ് ഇത് സഹായിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താ കൊടുത്തിരിക്കുന്നത്? വിച്ച് മിനറൽ ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ്. ഏത് മിനറലാണ് ഹീമോഗ്ലോബിൻ്റെ ഫോർമേഷന് വേണ്ടി സഹായിക്കുന്നത്? അയേൺ എന്ന മിനറലാണ് അല്ലേ? അയേൺ എന്ന മിനറലാണ്, ഇരുമ്പ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അതിൽ തന്നെയാണ് വാട്ട് ഫുഡ് ഐറ്റംസ്. ഏത് ഫുഡ് ഐറ്റംസത്തിലൊക്കെയാണ് ഉള്ളത്? നമുക്ക് അതിൽ നോക്കി അറിഞ്ഞൂടെ? ലീഫി വെജിറ്റബിൾ, ഗജറി, ഫിഷ്, ലിവർ, ഇതിലൊക്കെ എന്തുണ്ട്? അയൺ എന്ന മിനറൽസ് ഉണ്ട്. വൈ ഷുഡ് വി ഈറ്റ് സീ ഫുഡ്. എന്തിനാ നമ്മൾ സീ ഫുഡ് കഴിക്കുന്നത്? അതിൽ ധാരാളമായിട്ട് എന്തുണ്ട്? മിനറലായ അയഡിൻ ഉണ്ട്. അത് നമ്മൾ എന്തിനു സഹായിക്കുന്നു? ഹെൽപ്പ് ദ ഫങ്ഷനിങ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ഫങ്ഷന് സഹായിക്കുന്നു. What health issues will occur if we avoid egg, milk and leafy vegetables? എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും? ഒന്ന് നോക്കി പറഞ്ഞേ. എഗ്, മിൽക്ക്, ഇതിലൊക്കെ എന്തൊക്കെയുണ്ട്? കാൽഷ്യം അല്ലെ? പിന്നെയോ
ഈ ധാതുക്കളൊന്നും നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യത്തിൽ എത്തത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഹീമോഗ്ലോബിൻ ഫോർമേഷനും പിന്നെ നമ്മുടെ എല്ല്, ബോൺ, ടീത്ത് ഇവയുടെയൊക്കെ ഫോർമേഷനൊന്നും എന്ത് സംഭവിക്കില്ല, ഹെൽപ്പ് ചെയ്യാൻ സാധിക്കില്ല അല്ലേ. അങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെയാണ് ഉണ്ടാവുക. ക്ലാസ് ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്